വെൽക്കം ബാക്ക് മല്ലു എസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കരിയക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. സുലഭ എന്ന് പറഞ്ഞുള്ള കൂട്ടായ്മയുടെ ഒരു കീഴിലാണ് ഈ ഒരു എന്താ പറയുക കൃഷി ഇവിടെ നടന്നു പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ വേറെയും കൃഷികളുണ്ട്. ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ബോർഡ് കണ്ടില്ലേ, സുലഭ പച്ചക്കറി കർഷക ഉൽപാദന കമ്മിറ്റി ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഓലെ എംബ്ലം, അതായത് ID. പിന്നെ ഇവിടെ പൂന്തോട്ടത്തിൽ പ്രവേശിക്കാൻ പാടില്ല, അതേമാതിരി ദയവ് ചെയ്ത് പൂക്കൾ പറിക്കുന്ന ബോർഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ വേറെ കൃഷി അവർ ചെയ്തിട്ടുണ്ട്. മുളക് കണ്ടി കാണുന്നതൊക്കെ. അപ്പോൾ ഈ കാണുന്ന മൊത്തം മല്ലിക തോട്ടാണ് കേട്ടോ. ഇതിൽ മല്ലികൻ്റെ പോയേക്കല്ലേ, നമുക്ക് മല്ലികൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കറങ്ങി കണ്ടോ. മല്ലികൻ്റെ ഉള്ളിലല്ല, മല്ലിക തോട്ടത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. സാധനം രണ്ടുണ്ടാക്കാതൊക്കെ. അപ്പോൾ നമ്മൾ മല്ലിക തോട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയാൽ. ഈ തോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഏക്കറിലാണ് കേട്ടോ ഈ കൃഷി വരുന്നത്. പക്ഷേ ഈ 2 ഏക്കർ മുഴുവൻ മല്ലിക കൃഷിയല്ല, വേറെയും കുറേ കൃഷികളുണ്ട്. പച്ചക്കറികളായിട്ട് മുളക്, അതേമാതിരി പയർ, അങ്ങനെ പല പല കൃഷികൾ വേറെയും ഉണ്ട് ഇതിൽ. പിന്നെയെന്ന് പറയാൻ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് 2 കളറുള്ള ഉണ്ടമല്ലികയാണ് കേട്ടോ. ഒന്ന് യെല്ലോ, അതേമാതിരി തന്നെ ഒന്ന് ഓറഞ്ചും ആണ്. ബാക്കിയൊക്കെ നമ്മളെ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം. കേരള സർക്കാരിൻ്റെ 2020-21 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ കർഷകരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു FPOകൾ രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കുറ്റിപ്പുറം ബ്ലോക്കിൻ്റെ കീഴിൽ നമ്മൾ ഈ സുലഭ വെജിറ്റബിൾ ഫാർമേഴ്സ് കമ്പനി നിലവിൽ വന്നിട്ടുള്ളത്. അന്ന് ഓരോ ഡയറക്ടർമാർക്കും ഓരോ അഭിപ്രായമുണ്ട്, എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളിതിൽ ഒരു ഡയറക്ടർ ബോർഡ് ഭർത്താവ് നാരായണൻ്റെ കൂടെ ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്രാവശ്യം ഓണം വിപണി കണ്ടിട്ട് നമുക്ക് ചെണ്ടുമല്ലിപ്പൂ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്തുമായിട്ടും കൃഷിഭവനുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്താണ് ഇപ്രാവശ്യം ഈ ചെണ്ടുമല്ലി തുടങ്ങി വിത്ത് തൈ വെച്ച് 65ാമത്തെ ദിവസം മുതൽ പൂവായി വിളവെടുപ്പിനാവും. ഇപ്പോൾ 72 ദിവസമായിട്ടുണ്ട്, വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുപ്പ് തുടങ്ങി. ഇപ്പോൾ കുറച്ച് 2.5 കിൻഡൽ പൂവോളം പോയി. വിത്ത് കാര്യങ്ങൾ വിത്തല്ല, അത് ഹൈബ്രിഡ് തൈയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. കൃഷി വകുപ്പ് മുഖാന്തരം വന്നിട്ടുള്ളത്. നമ്മുടെ എടയൂർ പഞ്ചായത്തിലെ കൃഷി വകുപ്പ് മുഖാന്തരം പഞ്ചായത്ത് സ്കീം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓണത്തിനുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ വേറെയും തൈ ഉണ്ട് വന്നുകൊണ്ടിരിക്കണം. അത് ഓണം ആവുമ്പോഴേ അത്തത്തിൻ്റെ ടൈമിൽ അതാവുള്ളൂ. ഇതിപ്പോൾ അത്തം ഒരു തൈമെന്ന് നമുക്ക് 5 അറ വറക്കാം. അപ്പോൾ അത്തം കഴിയുന്നതോടുകൂടെ ഇതിൻ്റെ വിളവെടുപ്പ് തീരും. 5ാമത്തെ അറവ് വരുമ്പോൾ അത്തം കഴിഞ്ഞ് ഓണം കഴിയും. ഓണത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിരിക്കും ലാസ്റ്റ് പൂവിൻ്റെ അറവ് വരും. ഇവിടെ വേറെ എന്തൊക്കെയുള്ളത്? ഇതിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് 50 സെൻറ്റിലും മൊത്തം 2 ഏക്കർ സ്ഥലം. ഇതിൽ ചെണ്ടുമല്ലി ബാക്കി 8 ഏക്കറയും 8.2 കുറച്ച് മേലെ, ഇതിൻ്റെ കുറച്ച് മേലെ ചെയ്യുന്നുണ്ട്. അതിൽ തരിശുഭൂമിയാണ്, നെൽകൃഷി ചെയ്യുന്നത്. വർക്കില്ലെന്ന് ഞായറാഴ്ച അതുകൊണ്ട് വർക്കില്ല. ഇത് സർക്കാരിൻ്റെ ഭൂമി 11.4 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ ഭൂമി ഞങ്ങൾ ലീസിനെടുത്തത്. സർക്കാർ ഭൂമിയല്ലേ? അത് സർക്കാർ ഭൂമി, മിച്ചഭൂമിയാണ്. അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത്ര ചുരുക്കുണ്ടാവും. വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ഇത്ര ഒരു ചുരുക്കുള്ളതായതൊന്നും തോന്നിയില്ല. പക്ഷെ ഇവിടെ സത്യത്തിൽ വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ചുരുക്കാണ് കാണാൻ. ഇങ്ങനെ ഉണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ ആയി വന്ന് കാണാനും അതേമാതിരി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണിട്ടത്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിറച്ചും പൂവ് എന്താ പറയുക വിരിഞ്ഞിട്ടുള്ള ഒരു തോട്ടത്തിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വേറെ കൃഷി ഉണ്ട് ഇവിടെയെന്ന്. വഴുതനങ്ങൊക്കെ അടിയിൽ മുട്ടിക്കിടക്കണമൊക്കെ ഇതിൽ വിളവെടുത്തതൊക്കെ ആയിട്ട് ഒരു വേറെ അവിടെ അങ്ങനെ വേണ്ടവർ ഇവിടുന്ന് കൊണ്ടുപോയി വെക്കൂലേ? വേണ്ടവർ ചോദിച്ചോ. ഇവിടെ വരുന്നവർക്ക് വേണ്ടിങ്ങാണ്ട് ഒരു വെച്ചിട്ടാണ്, വേണ്ടവർ വാങ്ങിങ്ങാണ്ട് പോവാം. വേറെ കളർ ചെയ്യാൻ പറ്റൂല? അല്ല മഞ്ഞ മഞ്ഞ
ഒരു മഞ്ഞ കൊടുത്തത് അപ്പോൾ കഴിച്ച് ഞങ്ങൾ പൂ വാങ്ങിട്ടാ എന്താ ഇങ്ങനെ പൂ വാങ്ങാൻ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി കണ്ടെടുക്കട്ടോ. വേറെ കൃഷി എന്ന് പറഞ്ഞതാണോ മുളകുണ്ട്, ഈ കാണുന്നൊക്കെ മുളകാണ്. പിന്നെ അവിടെ അത് പയറാ ബാബു? പയറില്ലേ. ഇത് 2 ഏക്കറിലാണ് ഈ ഒരു കൃഷി വരുന്നത്. അതിലോ എന്നാ അതിൻ്റെ പറയും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. അതേമാതിരി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വേണേക്കാരം. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതൊരു ബൈ.